കഴിഞ്ഞ ജൂൺ 23-ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ രാജിവെച്ചതിനെ തുടർന്ന് കേന്ദ്രമന്ത്രിസഭയിൽ ഒരു വൻ അഴിച്ചുപണി അല്ലെങ്കിൽ ഒരു പുനർസംഘടനയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സീനിയർ മന്ത്രിമാരൊക്കെ ആ പൊസിഷനിൽ തന്നെ കാണുമോ അതോ പുറത്തു പോവോ? ഇല്ല, വൻ അഴിച്ചുപണിക്കാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ വികാരങ്ങൾ ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സംവേദിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിന് എപ്പോൾ ആരെ മാറ്റി എങ്ങനെ പ്രതിഷ്ഠിക്കണമെന്നുള്ളത് ചിന്തിക്കുന്നത് വ്യക്തിപരമല്ല. അദ്ദേഹം അത് എൻ്റെ രാഷ്ട്രത്തിനെ അല്ലെങ്കിൽ ജനങ്ങളെ എങ്ങനെ അത് സ്വീകരിക്കും അല്ലെങ്കിൽ അവരെങ്ങനെ അതിനെ ഉൾക്കൊള്ളും എന്നതിനെ നോക്കിക്കൊണ്ടാണ്. അതുപോലെ തന്നെ പ്രവർത്തന മികവ്, അതാണ് അദ്ദേഹം എപ്പോഴും മുന്നിൽ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദിയുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണിക എന്ന് പറയുന്നത് പ്രവർത്തന മികവുള്ളവരെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. അത് പാർട്ടിയുടെ തലപ്പത്തായാലും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിട്ടായാലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹമന്ത്രിമാരായിട്ടായാലും മന്ത്രിമാരായിട്ടായാലും ഒക്കെ അദ്ദേഹം എപ്പോഴും ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളത് ഒന്നുകിൽ രാഷ്ട്രീയപരമായൊരു ഗുണം അയാൾ ചെയ്യണം, അല്ലെങ്കിൽ അയാൾ രാജ്യത്തിന് വേണ്ടി ഒരു ഗുണം ചെയ്യണം. ഇത് നടപ്പിലാകുന്നില്ലെങ്കിൽ ആ നിമിഷം അദ്ദേഹം എല്ലാ റിലേഷനും കട്ട് ചെയ്ത് തൻ്റെ ആ ആളുടെ സ്ഥാനമാറ്റം ഉറപ്പുവരുത്തിയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ വരാൻ പോകുന്ന മന്ത്രിസഭാ ചലനത്തിലും അതുണ്ടാവാനാണ് സാധ്യത. വിവാദ പുരുഷനായ ധർമ്മേന്ദ്ര പ്രധാൻ, നമുക്കറിയാം, വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നീറ്റ് പരീക്ഷയുമായി ഒക്കെ നടത്തിയ അഴിമതികളും അതിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ഒന്നിനു പുറകെ ഒന്നായി വന്ന് കേന്ദ്രമന്ത്രിസഭയ്ക്ക് ഏറ്റവും നാണക്കേടുണ്ടാക്കിയ ആളാണ്. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ അഭിനന്ദിച്ചു. അപ്പൊ എല്ലാവരും വിചാരിച്ചു ധർമ്മേന്ദ്ര പ്രധാനെ അഭിനന്ദിച്ചിരിക്കുന്നു, അപ്പൊ അദ്ദേഹം എന്തായാലും മന്ത്രിസഭയിൽ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ നോക്കിക്കോളൂ, അത് ആ അഭിനന്ദനം പ്ലീസ് ഗോ ഔട്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അത് അദ്ദേഹം നടത്തിയിരിക്കും. ധർമ്മേന്ദ്ര പ്രധാൻ ഔട്ട്, സംശയം വേണ്ട, ഉറപ്പിച്ചിരിക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആള് ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പശ്ചിമേഷ്യൻ പ്രശ്നത്തിൽ ലോകം മുഴുവൻ ഒരു വലിയ വിപത്തിലാണ്. എല്ലാ രാഷ്ട്രങ്ങളും സാമ്പത്തികമായി അധപ്പതിച്ചിരിക്കുകയാണ്. എന്തിന് യുദ്ധം നടത്തിയ അമേരിക്ക പോലും ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കും. ക്രൈസിസ് ആണ്. യൂറോപ്പ് മൊത്തം പ്രതിസന്ധിയിലാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളെല്ലാം ഇപ്പൊ നമ്മുടെ ഇവിടെ പെട്രോളിന്റെ വില കൂടിയപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷമൊക്കെ ഭയങ്കര ബഹളമല്ലേ. ഇതിന്റെ ഇരട്ടിയുടെ ഇരട്ടി. ഞാൻ ഈയിടെ UAE പോയപ്പോൾ UAEയിലെ പെട്രോൾ വില ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നത്. അത് പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രമായ UAEയിൽ പോലും പെട്രോളിന്റെ വില ക്രമാതീതമായിട്ട് ഉയർന്നിരിക്കുന്നു. ഫ്ലൈറ്റിന്റെ റേറ്റുകളെല്ലാം കൂടി. അപ്പൊ ഇത് ഇന്ത്യയിൽ കഴിയുന്നതും വരുത്താതെ അദ്ദേഹം സംരക്ഷിച്ചിരുന്ന ആളാണ്. അതുപോലെ ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞാൽ അതുപോലെ പ്രധാനപ്പെട്ട രീതിയിൽ അദ്ദേഹം കണ്ടിരുന്ന ഒരാളാണ് ഹർദീപ് സിംഗ് പുരി. ഹർദീപ് സിംഗ് പുരി വിദേശകാര്യ വകുപ്പിൽ പ്രവർത്തിച്ച ആള്, അദ്ദേഹം അംബാസഡർ ആയിട്ടിരുന്ന ആള്, USA അടക്കമുള്ളിടത്ത് വലിയ ബന്ധങ്ങൾ അദ്ദേഹത്തിനുള്ള ആള് എന്നൊക്കെ നിലയിൽ അദ്ദേഹത്തിന് ആ ഒരു രീതിയിലാണ് അദ്ദേഹം കണ്ടിരുന്നത്. പക്ഷേ ഈ പെട്രോളിയം പ്രതിസന്ധിയിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു എന്ന് ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കും വിലയിരുത്തിയപ്പോൾ അത് ശരിയായോ അല്ലെങ്കിൽ ആ പ്രവർത്തനം അത്രയ്ക്ക് മതിയായിരുന്നു എന്ന് തോന്നുന്ന വിധത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സൂചന. അപ്പൊ ഹർദീപ് സിംഗ് പുരി അടുത്ത മാറാൻ സാധ്യതയുള്ള ഒരാളാണ്. ഇത് രണ്ടും പൊളിറ്റിക്കലായിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഒരു പൊളിറ്റിക്കൽ പ്രധാനപ്പെട്ട ഇത് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലാണ് ഇതിന്റെ പൊളിറ്റിക്സ് നിൽക്കുന്നതെങ്കിൽ പാർട്ടിപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട 2-3 മന്ത്രിസഭാ മാറ്റങ്ങളും കൂടെ വരാൻ പോയി. നിർമ്മല സീതാരാമൻ തീർച്ചയായിട്ടും അതും ഇതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ധനമന്ത്രി ലോക്കൽ ലെവലിലുള്ള കുറേ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. അവര് സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ പഠനത്തിന്റെ മികവൊക്കെ കാണിച്ച പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യക്ക് ഒരു ബൂസ്റ്റ് ആവശ്യമാണെന്ന് പ്രധാനമന്ത്രിക്ക് തോന്നുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണേണ്ടത്. അപ്പൊ ആ നിലയിൽ കുറച്ചുകൂടെ ഈ ധനപരമായ വിഷയങ്ങളിൽ നേരിട്ട് ബന്ധമുള്ള ഒരാൾ വേണമെന്ന് പ്രധാനമന്ത്രി കരുതുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന ശക്തികാന്ത് ദാസ് ആയിരിക്കും ഒരുപക്ഷെ കേന്ദ്ര
ധനമന്ത്രിയായിട്ട് വരിക. നിർമ്മല സീതാരാമനെ ഒരിക്കലും കൊച്ചാക്കാൻ വഴിയില്ല. അവർക്ക് HRD പോലുള്ള ഒരു പ്രധാനപ്പെട്ട വകുപ്പ്, മാനവ വിഭവശേഷി വകുപ്പ് പോലുള്ള പ്രധാനപ്പെട്ട വകുപ്പ് കൊടുത്ത് മാറ്റിക്കൊണ്ട് ക്യാബിനറ്റ് റാങ്കും നിലനിർത്തിക്കൊണ്ട് മന്ത്രിസഭയിലെ പ്രാധാന്യമെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ ചെയ്ത സേവനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഫിനാൻസിനെ മാറ്റിയാക്കുന്നു. അപ്പോൾ മുൻ ഗവർണർ, റിസർവ് ബാങ്ക് ഗവർണർ കൂടിയായ ശക്തികാന്ത് ദാസിന് വളരെ പ്രാധാന്യം ലഭിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഇന്ത്യയുടെ എക്കോണമി കുറച്ചുകൂടെ ബൂസ്റ്റ് ആക്കുന്നതിന് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വന്നിരിക്കുന്ന മാന്ദ്യം ഇന്ത്യയിൽ ബാധിക്കാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിന് കൂടി ഒരു ഉത്തരമായിട്ടാണ് ശക്തികാന്ത് ദാസിനെ അവിടെ ഫിനാൻസ് നൽകി അവരോധിക്കുന്നത്. ഇത്രയും അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലാണെങ്കിൽ ഇനി വരുന്നത് അധികവും പൊളിറ്റിക്കൽ സൈഡാണ്. രാഷ്ട്രീയമായിട്ട് BJPക്ക് ഗുണം ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും? അതിലൊന്ന്, പങ്കജ് ചൗധരിയെ UP-ലേക്ക് മാറ്റുന്നതാണ്. UP-യിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഫെബ്രുവരിയോടുകൂടി ഇലക്ഷൻ വരാൻ പോവുകയാണ് അടുത്ത വർഷം. 2027 ഇലക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഇലക്ഷനുകൾ നടക്കുകയാണ്. UP-യിൽ നടക്കുന്നു, ഗുജറാത്തിൽ നടക്കുന്നു, പഞ്ചാബിൽ നടക്കുന്നു, ഹിമാചലിൽ നടക്കാൻ പോകുന്നു, മണിപ്പൂരിൽ വരാൻ പോകുന്നു. ഇങ്ങനെ ഇലക്ഷനുകളുടെ ഒരു വർഷം, പ്രധാനപ്പെട്ട വർഷമാണ് 27. അപ്പോൾ ആ 27 അതിന് പറ്റിയ ആൾക്കാരെ നിയോഗിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കേന്ദ്ര ക്യാബിനറ്റിലെ ഈ പങ്കജ് ചൗധരി ആയിരിക്കും ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് ഒരു പക്ഷേ UP-യിലേക്ക് നിയോഗിക്കപ്പെടാൻ സാധ്യത. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മന്ത്രിസഭാ സ്ഥാനം മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് സാർ ഒരു കാര്യം ചോദിച്ചേ, ഇതൊരു അസംഷൻ മാത്രമാണോ ഇതിപ്പോ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ വന്നത്? അതല്ലാതെ ഇതിനൊരു ഇത് കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ഒരു അല്ല, അത് ഇതെല്ലാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു കാര്യവും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർക്ക് പോലും പറയാൻ പറ്റില്ല. ഇതെല്ലാം ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ധർമ്മേന്ദ്ര പ്രധാനെ അദ്ദേഹം പ്രശംസിച്ചില്ലേ, അത് തന്നെയാണ് അദ്ദേഹം പുറത്താകുമെന്നുള്ളതിന്റെ ഒരു മാറ്റുമെന്നുള്ളതിന്റെ ഒരു കാരണം അതാണ് പലരും പറയുന്നത്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല. അത് അദ്ദേഹത്തിന്റെ രീതി ഇങ്ങനെയാണ്. പ്രശംസിച്ചാൽ ചിലപ്പം താഴെ പോയിരിക്കും, വരട്ടിയാൽ ചിലപ്പം ഉന്നതിയിലേക്ക് കൊണ്ടുവന്നിരിക്കും. ഇത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്. അത് പിടികിട്ടാത്ത ഒരു വ്യക്തി. അതായത് നമ്മുടെ ട്രംപ് പറഞ്ഞല്ലോ, ഈസ് എ ഹാർഡ് ബാർഗൈനർ ആൻഡ് നോബഡി ക്യാൻ ക്യാച്ച് ഹിം എന്ന് പറഞ്ഞില്ലേ. പിടികിട്ടില്ല. ഇവിടെ പിടിക്കുമ്പോൾ അപ്പുറത്തൂടെ പോകും, അപ്പുറത്ത് പിടിക്കും ഇപ്പുറത്തോടെ. അതുകൊണ്ടാണ് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ഇത്രയധികം നാൾ പ്രധാനമന്ത്രിയായിരുന്നത്. ജവഹർലാൽ നെഹ്റുവിനേക്കാൾ കൂടുതൽ പീരീഡ്, ഇന്ദിരാഗാന്ധിയേക്കാൾ കൂടുതൽ പീരീഡ് പ്രധാനമന്ത്രിയായി, അതും കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും നാള് പ്രധാനമന്ത്രി. അത് ഇത്രയും വിഷമം പിടിച്ച ഘട്ടങ്ങൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നെഹ്റു എന്ന് പറഞ്ഞാൽ അതിനപ്പുറമില്ല. ആ ലീഡർഷിപ്പ് അങ്ങനെയാണ്. ഇത് വളരെ ശക്തമായിട്ട് ഓരോ വിഷയങ്ങളിലും അദ്ദേഹം എടുക്കുന്ന രീതികൾ, അതാണ് ഞാൻ പറഞ്ഞത്. ഇനി വരുന്ന കാര്യങ്ങളെല്ലാം പൊളിറ്റിക്കലായിട്ടുള്ള ചില ദീർഘവീക്ഷണത്തോടെ ആയിരിക്കും. ഇപ്പൊ പഞ്ചാബിലേക്ക് രവ്നീത് സിംഗ് ബിട്ടുവിനെ അയക്കാൻ പോവുകയാണ് ക്യാബിനറ്റിൽ നിന്ന് മാറ്റി. അപ്പൊ അവിടെ പഞ്ചാബ് ഇലക്ഷന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ആ രീതിയിലേക്കാണ്. അതുപോലെ തന്നെ പഞ്ചാബിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആം ആദ്മി പാർട്ടിയിൽ നിന്നും 7 MP ഇപ്പുറത്തേക്ക് മാറി വന്നിട്ടുണ്ട്. അപ്പൊ അവരെ അംഗീകരിക്കേണ്ടത് ഒരു കാര്യമാണ്. ഒപ്പം അവിടുത്തെ പ്രവർത്തനം കൂടുതൽ മികവാക്കുന്നതിന് ഇവർക്ക് ഒരു സ്ഥാനവും കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒന്നുകിൽ രാഘവ് ചന്ദയായിരിക്കാം ക്യാബിനറ്റിലേക്ക് വരിക, അല്ലെങ്കിൽ അശോക് മിത്തൽ ആയിരിക്കാം ആ സ്ഥാനത്തേക്ക് വരാൻ സാധ്യത. ഇതുപോലെ തന്നെ പിളർപ്പുണ്ടായി വന്ന തൃണമൂൽ കോൺഗ്രസ്, അതിപ്പോൾ BJPക്ക് ഇപ്പോൾ തൃണമൂലിനെ ഇപ്പോൾ പ്രത്യേകിച്ച് താലോലിക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ ബംഗാളിൽ സേഫ് ആണല്ല. പക്ഷെ എങ്കിൽ പോലും നമ്മളോടൊപ്പം വന്നവരെ ആദരിക്കുന്ന ഒരു സമീപനം എന്നുള്ള രീതിയിൽ അവർക്കും അവരിൽ പ്രധാനപ്പെട്ട ഒരാൾക്ക് ക്യാബിനറ്റ് ബർത്ത് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഈ ശിവസേനയിൽ നിന്ന് ഇപ്പോൾ 6 പേര് ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട്. ആ 6 പേരിൽ കൂടുതൽ ഇനിയും വരാനിരിക്കുന്നു. MLA-മാർ ഉൾപ്പെടെ അവിടെ ഇനിയും വരാനിരിക്കുകയാണ്. അപ്പം അതിൻ്റെ മുഴുവൻ ചുക്കാൻ പിടിച്ച ആളെന്ന് പറയുന്നത് നമ്മുടെ ശിവസേനയുടെ ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ. വളരെ ചെറുപ്പക്കാരനാണ്. ഇനി ഭാവിയിലേക്ക് ഏതാണ്ടൊരു 3-4 പതിറ്റാണ്ട് കാലം BJPക്ക് ഒരു അസറ്റായിട്ട് വേണമെങ്കിൽ നിൽക്കാവുന്ന ഒരാളാണ്. ശ്രീകാന്ത് ഷിൻഡെ ആ രീതിയിലേക്ക് ക്യാബിനറ്റിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വലിയ തോതിലുള്ള ഒരു മാറ്റം യുവ നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് എന്തെങ്കിലും ഒരു ഇപ്പൊ യങ്സ്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അനുരാഗ് താക്കൂറിനെ പോലുള്ളവരെയൊക്കെ അദ്ദേഹം വീണ്ടും ക്യാബിനറ്റിൽ, ഇപ്പൊ അദ്ദേഹം പുറത്താണ്, അനുരാഗ് താക്കൂറിനെ പോലുള്ളവരെയൊക്കെ വീണ്ടും ക്യാബിനറ്റിലേക്ക് അദ്ദേഹം കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴേ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എങ്ങാണ് പല കേന്ദ്രമന്ത്രിമാരും. അവരെല്ലാം 50കൾക്കും ഏജ് കൊണ്ട് എങ്ങന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏജ് കൊണ്ടും എങ്ങാണ്,
പക്വത കൊണ്ടുപോയി കാണും. അതെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, പല മുൻ മന്ത്രിസഭകൾ, ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭ എടുത്തു നോക്കിയാലും മൻമോഹൻ സിംഗിന്റെ മന്ത്രി എല്ലാം 60കൾക്ക് മേളിലും 70കൾക്ക് മേളിലൊക്കെ ഉള്ളവരാണ് അധികം. പക്ഷെ ഇത് 45 മുതൽ 55 വരെ ഉള്ളവരാണ് കേന്ദ്ര ക്യാബിനറ്റിലെ പലരും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ അവരുടെ പ്രവർത്തന മികവ്, ഒരു 60 വയസ്സായവരും 65 വയസ്സായവരും പോലും പ്രവർത്തന മികവിൽ 50-ൽ നിൽക്കുന്ന വിധത്തിലുള്ള പെർഫോമൻസ് ആണ്. നമ്മൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ വിധത്തിൽ അദ്ദേഹം എപ്പോഴും ഒന്നുകിൽ പ്രവർത്തനത്തിൽ ചെറുപ്പം, അല്ലെങ്കിൽ പ്രവർത്തനത്തിലും ശാരീരിക ശേഷിയിലും ചെറുപ്പം, ഇതൊക്കെ നോക്കി തന്നെയാണ് അദ്ദേഹം ക്യാബിനറ്റിനെ, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയൊക്കെ പരീക്ഷിച്ചിട്ടുള്ളത്. ഇനി ഏറ്റവും പ്രധാനം, കേരളത്തിന് താല്പര്യമുള്ളത് നമ്മുടെ ജോർജ് കുര്യൻ മാറി. അപ്പൊ ഇനി കേന്ദ്രത്തിൽ നമുക്കൊരു മന്ത്രി വേറെ ഉണ്ടാവുമോ എന്നുള്ളതാണ്. അപ്പം സുരേഷ് ഗോപി അവിടെ നിൽപ്പുണ്ട്. അതിന് പുറമെ നമ്മുടെ സി സദാനന്ദൻ കൂടെ ഒരു സഹമന്ത്രിയായി വന്നേക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. സുരേഷ് ഗോപിയെ മാറ്റണമെന്നും അല്ല, സുരേഷ് ഗോപിക്ക് താല്പര്യം ഇല്ലെന്നല്ലേ അതെ. പറയുന്നത് സിനിമയിലേക്ക്. പക്ഷെ എന്നാലും ഇപ്പോൾ അങ്ങനെ ഒരു മാറ്റം വരാൻ സാധ്യതയില്ലെന്നാണ് പൊതുവെ നിരീക്ഷിക്കുന്നത്. കാരണം സുരേഷ് ഗോപിക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു MP ഉള്ളത് സുരേഷ് ഗോപി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അദ്ദേഹം വളരെ അച്ചടക്കമുള്ള BJP പ്രവർത്തകനായി മാറിയിട്ടുണ്ട്. സിനിമയുടെ ആ ഭ്രാന്തിൽ നിന്നൊക്കെ മാറി കുറെ കൂടെ, അത് പിന്നെ അമിത്ഷാ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു എന്നാ പറയുന്നത്. 4 ദിവസം ഇവിടെ കാണണം കേന്ദ്ര ക്യാബിനറ്റിൽ, 3 ദിവസം മണ്ഡലത്തിൽ കാണണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരെ അദ്ദേഹം നിഷ്കർഷിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സുരേഷ് ഗോപി ഇപ്പൊ നല്ല മിടുക്കനായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് വിലയിരുത്തൽ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. എന്നാലും പ്രധാനപ്പെട്ട ഇത്തരം മാറ്റങ്ങൾ, ഇപ്പോൾ നമ്മൾ ധർമ്മേന്ദ്ര പ്രധാൻ മാറുകയാണെങ്കിൽ അത് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വലിയ വിഷയമാണ്. അതുപോലെ തന്നെ നിർമ്മല സീതാരാമൻ മാറിയിട്ട് ശക്തികാന്ത് ദാസ് വരുന്നത് വലിയ ഒരു മാറ്റം തന്നെയായിരിക്കും. ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്തുന്നതിനായിരിക്കും. അതുപോലെ തന്നെ ഇനി നമ്മൾ ഹർദീപ് സിംഗ് പുരി മാറുകയാണെങ്കിൽ അദ്ദേഹത്തിന് പകരം വരാൻ പോകുന്നത് ആരാണ് എന്നുള്ളതാണ്. ശ്രീ ജയശങ്കറിനെ പോലെയൊക്കെയുള്ള പ്രഗത്ഭനായ വിദേശ രാഷ്ട്രങ്ങളുമായിട്ടും പ്രത്യേകിച്ച് പെട്രോളിയം ഉൽപ്പന്ന രാഷ്ട്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പെട്രോൾ സമ്പത്ത്, ഊർജം, ശക്തി നിലനിർത്തുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പെട്രോളിയം മന്ത്രിയൊക്കെ ആയിരിക്കും അവരും പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വലിയ മാറ്റം കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. ഇനി ഇതിപ്പോൾ നടക്കുമോ അതോ ഇനി അദ്ദേഹം വിദേശത്തേക്ക് ഒരു വലിയ പര്യടനം പ്ലാൻ ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി. ആ പര്യടനം കഴിയുന്നത് വരെ ഇത് ഉണ്ടാവുകയില്ലയോ അതോ അത് പോകുന്നതിന് തൊട്ട് മുമ്പ് ഇത് ചെയ്തിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാര്യം ട്രംപ് പറഞ്ഞതാണ് കറക്റ്റ്. അദ്ദേഹത്തിന് പിടി കിട്ടാനും പാട്, പിടി കിട്ടിയാൽ അദ്ദേഹത്തിന്റെ ബാഗേരിയിൽ നിന്ന് വെളിച്ചാടാനും പാട്. അതാണ് അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.